പൊന്നാനിയിൽ മെസ്സിയെ കൊണ്ടുവന്ന് ആളക്കൂട്ടാം എന്ന അർത്ഥത്തിലല്ല അദ്ദേഹം അത് പറഞ്ഞു വെക്കുന്നത്. അതായത് പൊന്നാനി പരിഗണിക്കപ്പെടാതെ പോകുന്ന ഒരു സ്ഥലമാണ്. പൗരാണികതയുണ്ടായിരുന്നു, പക്ഷേ ക്ഷയിച്ചു പോയ അവസ്ഥയിലാണ് എന്ന നിലയിലാണ് നിൽക്കുന്നത്. അതിനെ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്? അതിനൊരു മാറ്റം വരുത്തണമെങ്കിൽ 5 വർഷത്തെയോ 10 കൊല്ലത്തെയോ നിരന്തരമായ നറേറ്റീവുകളിലൂടെ നടക്കില്ല. അതിന് പെട്ടെന്നൊരു ബൂമ് വേണം എന്ന നിലയാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ബിനാല നടത്തുന്നത്. ആ ബിനാലയിലൂടെ മെസ്സി അല്ലെങ്കിൽ മംദാനി പോലെയുള്ള ആളുകളെ കൊണ്ടുവരുന്നു. അങ്ങനെ ലോകത്തിൻ്റെ ശ്രദ്ധ പൊന്നാനിയിലേക്ക് കൊണ്ടുവന്നിട്ട് പൊന്നാനിയെ നമുക്ക് വികസിപ്പിച്ചെടുക്കണം എന്നൊരു കാഴ്ചപ്പാട് പറയുക. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? അത് കൊണ്ടുവരും എന്ന് പോലുമല്ല പറയുന്നത്, അങ്ങനെ ഒരു ചിന്തയുണ്ട്. എന്നിട്ട് അതിൽ 75, ഈ പറയുന്നതിൽ 75% പേരെങ്കിലും വരും എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ യഥാർത്ഥത്തിൽ ഒരു പൊന്നാനിയെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ച് പറയുകയാണ് ചെയ്തത്. അല്ലാതെ മെസ്സിയെ കൊണ്ടുവരിക ആത്യന്തികമായ ലക്ഷ്യം എന്ന നിലയിൽ അവതരിപ്പിക്കുകയല്ല അത്. ഞാൻ പറയുന്നത് അതുമല്ലെന്ന്. പൊന്നാനിയുടെ ഗതകാല ഗാംഭീര്യം, പ്രൗഢി തിരികെ കൊണ്ടുവരലാണ് ഒരു ജനപ്രതിനിധിയുടെ പണി. അവിടെ ഈ തീരദേശ മേഖല, പൊന്നാനി, തിരൂര്, താനൂര് മേഖല, പരപ്പനങ്ങാടി മേഖലകളിൽ നേരിടുന്ന സവിശേഷമായ വേറെ ചില പ്രശ്നങ്ങളുണ്ട്. അല്ല, അതിന് ആ പ്രസംഗത്തിൽ ഒറ്റ കാര്യം കൂടെ ഉയർത്തുന്നുണ്ട്, ഞാൻ ചൂണ്ടിക്കാണിക്കാം. മലപ്പുറത്ത് മറ്റൊരു ജില്ല വേണം, മലപ്പുറം വിഭജിച്ച ജില്ല വേണം എന്ന് പറയുന്നിടത്ത് പൊന്നാനിക്കാർ പോലും പൊന്നാനി കേന്ദ്രീകരിച്ച് ഒരു ജില്ല വേണമെന്ന ആവശ്യം ഉന്നയിക്കാത്തതിൽ പരിഭവിച്ചുകൊണ്ടുകൂടിയാണ് ഇത് അവതരിപ്പിക്കുന്നത്. അതൊരു വികസന സ്വപ്നമാണ്. പൊന്നാനിയെ സംബന്ധിച്ച്, പൊന്നാനി ഉൾപ്പെടെയുള്ള ആ തീരദേശ മേഖലയെ സംബന്ധിച്ച് അവിടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള എത്ര മനുഷ്യരുണ്ട്. അതായത് കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന, കടലിൽ പോകുന്ന കുറേയധികം മനുഷ്യരുണ്ട്, വീടില്ലാത്ത മനുഷ്യർ, കുടിവെള്ളം കൃത്യമായിട്ട് ലഭിക്കാത്ത മനുഷ്യർ, നല്ല റോഡില്ലാത്ത പ്രദേശങ്ങൾ. ഇത്തരം കാര്യങ്ങൾക്കാണ് അദ്ദേഹം പ്രഥമ പരിഗണന കൊടുക്കേണ്ടതെന്നാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്. അതല്ലാതെ ഗതകാല പ്രൗഢി എന്ന് പറഞ്ഞാൽ പൊന്നാനിയുടെ പഴയ സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ കാലത്തേക്ക് പൊന്നാനിയെ കൊണ്ടുവരാനാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ല. പൊന്നാനിയെ ജീവിക്കാൻ കൊള്ളാവുന്ന ഒരു സ്ഥലമാക്കി മാറ്റുക, അവിടെയുള്ള ജനങ്ങൾക്ക് കൃത്യമായ ഉപജീവന മാർഗ്ഗം ഉണ്ടാക്കി കൊടുക്കുക, വീടുണ്ടാക്കി കൊടുക്കുക, റോഡുണ്ടാക്കി കൊടുക്കുക, അവരുടെ വികസന പ്രശ്നങ്ങൾക്ക് അവരോടൊപ്പം നിൽക്കുക. അതല്ല എന്ത് പ്രൗഢിയെക്കുറിച്ചാണ് ഈ പറയുന്നത്? ആളുകളുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങളെ എടുക്കുക, സാംസ്കാരിക പ്രൗഢിയെ അവകാശപ്പെടാം. പക്ഷെ അതിൻ്റെ കൂടെ മെസ്സിയെ കൊണ്ടുവന്ന് പറയരുത്. കാരണം മെസ്സി സ്പൈഡർമാൻ സീരീസിന്റെ പ്രൊമോയിൽ 20 സെക്കൻഡ് അഭിനയിക്കാൻ 143 കോടി രൂപയാണ് വാങ്ങിച്ചത്. ആ മെസ്സി എവിടെ കിട്ടുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ മെസ്സി വരുമോ? 20 മിനിറ്റിനെ 140 കോടി രൂപ വാങ്ങിച്ച മനുഷ്യൻ. ഒന്നുമില്ലെങ്കിലും റൊണാൾഡോയെ കൊണ്ടുവരാന്ന് പറയായിരുന്നു. അത് മെസ്സിയെ കൊണ്ടുവരുന്ന പ്രശ്നം എന്താ പറയുക? ആൾക്കാർക്ക് വളരെ റീസെന്റ് പാസ്റ്റിൽ ഒരു സംഭവം കിടക്കുകയാണ്. അതിന്റെ ട്രോള് മനസ്സിലാക്കി വരും. അത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ ബോധം നൗഷാദിലേക്ക് ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് അദ്ദേഹത്തിന് പറ്റിയ അബദ്ധമായിരിക്കുന്നതാണ് ഞാൻ. പക്ഷേ അദ്ദേഹം വളരെ സേഫ് ആയിട്ടാണ് ആ വാചകങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ആ പ്രസംഗം മൊത്തം കേൾക്കണമെന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്.